സിഞ്ചോ കിച്ചൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴവും അമൃതം പൊടിയും കൊണ്ട് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അമൃതം പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴമാണ് എടുക്കുന്നത്, നേന്ത്രപ്പഴമാണ് എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ചെറുപഴമോ റോബസ്റ്റോ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് നേന്ത്രപ്പഴത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും. എന്നിരുന്നാലും അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാനിവിടെ പഴം ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴുപ്പ് കുറവുള്ള പഴമാണെങ്കിൽ നിങ്ങൾ ഒന്ന് അരിഞ്ഞെടുത്താലും മതി. അപ്പം ഞാൻ ഉടച്ച പഴത്തിലേക്ക് 1.5 കപ്പ് അമൃതം പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ചേർക്കുന്നത്. 1 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ കൂടുന്നതനുസരിച്ച് ഇതിന് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പം കുറച്ചും കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മധുരത്തിന് ഞാനിവിടെ ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ശർക്കര താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിൻ്റെ മധുരം എത്രയോ വേണോ അത്രയും നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കണം. പിന്നെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് പിന്നീട് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ചും കൂടെ മധുരം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൂസും അല്ല, എന്നാൽ ചപ്പാത്തി മാവ് പോലെ കട്ടിയും ആവാൻ പാടില്ല, അങ്ങനെ ഒരു തരത്തിലാണ് വേണ്ടത്. അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ അട എന്നാണ് പറയുന്നത്. അപ്പം എല്ലാവരുടെ നാട്ടിലും എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ചിലവരുടെ നാട്ടിൽ ഒറോട്ടി എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ലാസ്റ്റ് പരുവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലായിരിക്കണം ഇതിരിക്കേണ്ടത്, കുറച്ചൊന്ന് ലൂസായിട്ടൊന്ന് ആണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു പിടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ടാണ് നമ്മൾ പരത്തുന്നത്. അത് പരത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെള്ളം മുക്കിയിട്ട് വേണം പരത്താനായിട്ട്, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ ഇത് നന്നായിട്ട് തിന്നാക്കി പരത്തേണ്ട ആവശ്യമില്ല, എന്നാൽ കൂടുതലായിട്ട് കട്ടി കൂടാനും പാടില്ല. ഒരു ആവറേജ് കനത്തിൽ ഇതിങ്ങനെ പരത്തിയിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, മുള്ളു വേഗത്തുമില്ല. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരം തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുൻപേ ഇട്ടിട്ടുള്ള അമൃതം പൊടിയുടെ റെസിപ്പീസ് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.